തക്കളി ഒന്ന് പെട്ടെന്ന് വന്നേ, ഡാഡിക്ക് വേറെ ആവശ്യമുണ്ട്. ഇവിടെ നിന്ന് ചെയ്യട്ടെ. മതി. അയ്യോ രണ്ടു മൂന്ന് പ്രാവശ്യമായി. ഇവിടെ സ്കൂളിൽ പോണ എൻ്റെ അച്ഛനെ 4 അക്ഷരം കൂടെ പറഞ്ഞു കൊടുക്കണേ. കുറച്ച് നല്ല കാര്യങ്ങൾ. 4 അക്ഷരം അല്ലടേ, മലയാളത്തിൽ കുറേ അക്ഷരമുണ്ട്, 19 അക്ഷരമുണ്ട്. അതെല്ലാം ഞാൻ പഠിപ്പിച്ചിട്ട് നിന്നെ പഠിപ്പിച്ചു തരണുണ്ട്. യാരാ ലാവാ ഷാ സാഹ, പിന്നെ ഒരു ഇക്ഷ എന്ന് പറഞ്ഞൊരു അക്ഷരമുണ്ട്, അറിയാമോ? ഞാൻ എഴുതണേ. ആ, അത് തന്നെ ഞാൻ എഴുതിപ്പിക്കും കേട്ടാ. കൂടുതൽ നിങ്ങളിക്കല്ലേ നീ, അല്ലേ എഴുതാതെ നോക്കിയാൽ മതി. ആ. അയ്യോ തക്കളി, എന്തോ എന്തുവാ ഇത് വേണ്ടേ? നീ എന്ത് കാര്യത്തിന് സ്കൂളിൽ പോണേ? തിരിഞ്ഞങ്ങോട്ട് ഒന്ന് പെട്ടെന്ന് വന്നേ. ദേ അവള് പെൻസിൽ എടുത്തില്ല. അത് എന്നും അങ്ങനെയാണല്ലോ. മതി, ബാക്കിയെല്ലാം വെച്ചല്ലോ. ഇന്നലെ ഞാൻ പറഞ്ഞ 2 ലക്ഷത്തിന്റെ കാര്യം എന്തായി? അത് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്താ വേണ്ടാത്തത്? ഇന്നലെ തന്നെ പറഞ്ഞല്ലോ, അതൊന്നും ശരിയാവില്ല. എൻ്റെ അമ്പിളി ചേട്ടാ, അത് വാങ്ങിച്ച് നമ്മുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ വീട് പണി നടക്കില്ലേ? അതിന് നിങ്ങൾക്ക് എന്താ അത്ര ബുദ്ധിമുട്ട്? എനിക്ക് അഭിമാനക്ഷത ഏക്കുന്ന ഒന്നും ഞാൻ ചെയ്യൂല. നിങ്ങളുടെ ഒരു ദുരഭിമാനം കാരണം ഞാൻ ഈ നശിച്ച വീട്ടിൽ കിടന്ന് നീർന്നത്. ഇടീ, ദുരഭിമാനമല്ല, അത് അഭിമാനമാണ്. എന്താ അഭിമാനം എന്നാ അമ്പിളി ചേട്ടാ നിങ്ങൾ പറയണത്? ഇവിടെ ഓരോരുത്തർ കാശ് കിട്ടാൻ വേണ്ടി നെട്ടോട്ട് ഓടുക, ഈ വീട് പണിയും കല്യാണം പോലത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഒരാൾ ഇങ്ങോട്ട് കൊണ്ടുതരാന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് വേണ്ട. എടീ, കാശിന് വേണ്ടി നെട്ടോട്ടോടുന്നവർ പലരും കാണും. ആ കൂട്ടത്തിൽ എന്നെ കൂട്ടാതെ. ഒന്നാമത് ഞാൻ ജനപ്രതിനിധിയാണ്, അത് കാശ് വാങ്ങിച്ചാൽ ശരിയാവില്ല. എൻ്റെ അമ്പിളിച്ചേട്ടാ, ആ കാശ് വാങ്ങിച്ചോട്ട് ഒരു കുഴപ്പമില്ല, നമുക്ക് ആ വീട് പണി തീർത്തൂടെ? ഈ തീർത്തിട്ട് വേണമെങ്കിൽ നശിച്ച് വീട്ടിൽ നിന്ന് എനിക്ക് ഇറങ്ങി പോവാ അവിടെ നിന്ന്. എടീ, വീട് പണി തീരാൻ ഞാൻ പറഞ്ഞില്ലേ, ലോണിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കിട്ടുമ്പോൾ നമുക്കത് ചെയ്യാം. കിട്ടും. ലോൺ ഇപ്പൊ കിട്ടും. കുറെ നാളായല്ലോ നിങ്ങളുടെ ലോൺ വരാൻ തുടങ്ങിയിട്ട്, ഇതുവരെ വന്നിട്ടില്ലല്ലോ. ഇനി നമ്മുടെ തല നിറച്ചിട്ടാണ് ലോൺ വരാൻ പോണത്. അപ്പോഴേക്കും എന്റെ ഗതികേട് അല്ലാണ്ട് എന്താ പറയാ. നിങ്ങൾക്ക് ആ 2 ലക്ഷം രൂപ വാങ്ങിക്കാൻ പറ്റോ ഇല്ലയോ? നീ മറ്റുള്ളവരുടെ മുമ്പേ നാണം കിടത്തി അടങ്ങോളാം. അങ്ങനെയാണെങ്കിൽ നീ വാങ്ങിക്കോ, കൊടുക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയാം, ഇതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അന്ന് നീ എന്റെ തനി ഗുണം കാണും. ഒന്നും ഉണ്ടാവില്ല.